For this child I have prayed, and you heard my cry. For this baby I had faith, and you gave new life. In this moment now I pray, and I vow to you this day, I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. I will put your word into their heart. I dedicate this baby back to you. You have granted such a trust with this precious gift. With your power, by your love, my all I commit. On the straight and narrow way, for your purposes I say that I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. God's mission at home makes me dine on the meat pastures. He creates us to walk us. He restored to us life. He needs to like us, must be mistaken. Through our walk with our friends valley, I think of you, all of you. The royal days have been but for me. To prepare a table before the presence of brightness. The Lord will have a God with a person. The name of the Son of God. All that is in heaven. I shall learn that Amen. Thanks be to God. കർത്താവായ യേശുവേ, ഈ ദിവസം നിന്നെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പ്രവേശന പ്രഭാഷണം സ്വീകരിക്കാമെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും പ്രത്യേകമായ അനുഗ്രഹത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനെ അങ്ങയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും പ്രാധാന്യമായി അങ്ങേക്ക് മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും വളരുവാനും അവരെ കൃപയേകണമേ. അമ്മേ മാതാവേ, അവരെ എപ്പോഴും അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ കാത്ത് സംരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. എത്രയും ദൈവം മാതാവേ, സഹായം തേടി മാതാവേ, ഈ വിശ്വാസത്തിൽപ്പെട്ട് ഒരുമിച്ച് കണ്ടുപിടിച്ചിട്ടും പാപിയായ ഞാൻ കൊണ്ട് അങ്ങേ സ്ഥിതി നിൽക്കുന്നു. നാമത്തിൽ
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കണ്ടെത്തും. മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസരിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശുക്കൾ പുതിയന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസർ കൂദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ദാസരോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തെരേസ് മുദ്രിതയായിരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോയൽ ആന്റണി മുദ്രിതനായിരിക്കുന്നു.
ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമായി നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ മറുപടിയായോട് പറഞ്ഞു, ഇപ്പോഴിത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സമ്മതിക്കുകയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോഴും സമ്മതിച്ചു. മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞവൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പാവനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പരിസര കുർബാനയ്ക്ക് വളരെ ആഹ്ലാദകരമായ കൂതാശാസ്ത്രങ്ങൾ കൂടി നടത്തുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് പ്രവേശന കൂതാശകൾ സ്വീകരിക്കുന്ന ജസ്മിനും ജോയനും, അതുപോലെ ആഘോഷമായ പരിസര കുർബാന സ്വീകരിക്കുന്ന ജസ്മിനും ജെനിസും, ഇവർക്കെല്ലാവർക്കും ദൈവം സമർത്ഥമായി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ പ്രത്യേകമായിട്ട് വരാനായിട്ട് കാരണം ഇത് ജസ്മിൻ ഇവരുടെ 4ാമത്തെ കുഞ്ഞാണ്. ശരിയല്ലേ? അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തെ പങ്കുചേരുക. നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വലിയ അവാർഡുകൊണ്ടിൻ്റെ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം മക്കള് വളരെയേറെ കുറഞ്ഞു പോയതിൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഒത്തിരി പുരോഗമിച്ചു പോയി. നമ്മുടെ പിള്ളേരുടെ എണ്ണം കുറച്ചു. കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത പ്രായത്തിലാണ്. പിന്നെ പിള്ളേരെ കൊണ്ടായാലും വളരെ കുറഞ്ഞു പോകുന്നു. അവസാനം വന്ന് നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നത് വലിയ ആഘോഷമായി നമ്മൾ പത്രങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വന്നതൊന്നും നമ്മുടെ നാട്ടിൽ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് പലയിടങ്ങളിലും വിഭജനങ്ങൾ ഒട്ടുമില്ല. പലയിടങ്ങളിലും കാരണം എല്ലാവരും വിദേശത്താണ്. പിന്നെ വീടുകളിലും കുട്ടികളില്ല. അത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 25 വർഷങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ സമൂഹം എന്തായിരിക്കും എന്നൊക്കെയുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഭീകരമായ അവസ്ഥ മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ദമ്പതികളെയും ചെറുപ്പക്കാരായ കുട്ടികളെയും എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കണം. ഒരു തലമുറയ്ക്ക് തെറ്റുപറ്റിയതാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ളത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. ഞാൻ ഈ കല്യാണത്തിനെ കുറിക്കാൻ എന്നോട് പറയാറുണ്ട്. മിനിമം 3 കുട്ടികളെങ്കിലും ജനിപ്പിക്കാമെന്നോ ഉണ്ടെങ്കിൽ ഞാൻ വരുള്ളൂ. അല്ലെങ്കിൽ 5 പിള്ളേരെങ്കിലും വേണം നമ്മുടെ വീടുകളിൽ. മിനിമം 3 വേണം. കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഒന്ന് സ്നേഹിക്കാനും വഴക്കൊടിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. നമ്മുടെ മക്കൾ നന്നായിട്ട് വളർന്നു. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകും. നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾക്ക് പല രീതിയിലും നല്ല കുടുംബങ്ങളാണ്. ഒരു ചിന്ത പൂർണ്ണമായ വഴക്കൊടിക്കുന്നതാണ് വീട്ടിൽ പരാതി പറയുന്നത്, മിണ്ടാതിരിക്കുന്നത്, വാശിയിരിക്കുന്നത്. 2-3 ദിവസം വർത്തമാനമായ ദമ്പതികൾ ഇവരുടെയൊക്കെ പിള്ളേർ വളർന്നു വരുമ്പോൾ ഇതെല്ലാം വൈകാരികമായ പ്രശ്നങ്ങളും കൂടിയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. കാരണം അവർ ഈ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നത് സ്നേഹ വർത്തമാനം പറയുന്നതൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ ലഭിച്ചത് വീട്ടിന് പുറത്തിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെയാണ്. പക്ഷേ വീട്ടിനകത്ത് ഒന്നും മിണ്ടാതെ ആളുകൾ യഥാർത്ഥത്തിൽ അപ്പനും അമ്മയും എല്ലാവരും മക്കളും എല്ലാവരും വർത്തമാനം പറയുന്നത് നമുക്കുണ്ടാകും. അതല്ലാതെ ഈ പിള്ളേർക്ക് വലിയ വലിയ സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ പിള്ളേരെ എപ്പോഴും ഹോട്ടലിൽ കൊണ്ടുവരുമ്പോൾ ഒന്നും കാര്യമില്ല. കുടുംബത്തിൽ മാതാപിതാക്കളുടെ തമ്മിൽ സ്നേഹമുണ്ടെന്ന് അറിയുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാണ്. അവർക്ക് പഠിക്കാൻ പറ്റും. കാരണം അവരുടെ മനസ്സ് ശാന്തമാണ്. നിരന്തരമായിട്ട് വഴക്കുള്ള കുടുംബങ്ങളിൽ കുട്ടികളുടെ മനസ്സ് അസ്വസ്ഥമാണ്. അവരുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. നല്ല കഴിവുള്ള വ്യക്തികളുടെ കുട്ടികളൊക്കെയാണ്. പക്ഷെ പഠിക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ സ്വസ്ഥതയില്ല. വീട്ടിൽ തീർച്ചയായും അമ്മയോ കാണുമെന്ന് പേടിയുള്ള ഒരു 6 വയസ്സുകാരി പെൺകുട്ടിയെ ഞാൻ പണ്ട് കാണുന്നു. കൊച്ചിൻ്റെ ഏറ്റവും വലിയ പേടി വൈകുന്നേരം
ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അമ്മ കാണുമ്പോൾ അതിൻ്റെ അമ്മ അപ്പം പറഞ്ഞിട്ടുണ്ട് നിന്നെ ശരിയാക്കുന്നു കടം പോയി. അപ്പോൾ കൊച്ചു പേടിയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ കാണുമ്പോൾ ആ കൊച്ചു സ്കൂളിൽ ചെന്ന് പഠിക്കും. അതെന്തോ ഒരു പേടിയായിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകും, പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകും. നമ്മുടെ പിള്ളേരെല്ലാം നമുക്ക് പിടിച്ചടക്കാത്ത വെട്ടിത്തരക്കോ അതുകൊണ്ട് എല്ലാ കുടുംബാന്തരീക്ഷം നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ. കൂടുതൽ കുഞ്ഞുങ്ങളെ ആഘോഷമാക്കുന്ന കുടുംബങ്ങളുണ്ടാകട്ടെ ആശംസിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരെയും സമർപ്പണമായിരിക്കും. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതാണ് നിന്റെ സഭയിൽ പുരോഗതി ശുശ്രൂഷയുവാൻ വിനീതനായി ദാസനെ തെരഞ്ഞെടുക്കുക. സകല നീതിയെ പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശയതാവധി പരികർമ്മം ചെയ്യാൻ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ തൈലത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസായുടെ പരികർമ്മത്തിനായി ആരാധ്യമായ ദൈവത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകരമായ യേശു മിശിഹായോട് പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തം ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചകമായ മാമോദീസായ ഭക്തതയുടെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധ മുഴുവൻ കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവരും മനുഷ്യപ്രകൃതി നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തെരേസ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോയൻ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ മുക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോയൽ മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ.
നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസരെ മുദ്രിതരാക്കണമേ. അബാപിതാവേ അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസർക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായി ജീവിതം നയിക്കുവാൻ ഈ ദാസർക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച തെരേസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാമോദീസ സ്വീകരിച്ച ജോയൽ ആന്റണി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. മാമോദീസ സ്വീകരിച്ച മരിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. കർത്താവായ ദൈവമേ, ദാസർ സ്വീകരിച്ച ജീവദായകമായ അടയാളം പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഇവർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസരെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവർക്കിടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായി തെരേസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടും. ആത്മീയാനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായി ജോയൽ ആന്റണി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടും. ആത്മീയാനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായി മരിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. വിജയം
സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനേശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനേശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ. അതിനായി വരമേകണേ, അതിനേശോ നീ തിരുസഭയുടെ വിശ്വസ്തരായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങളിൽ നിന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതരായി തീരട്ടെ. കണ്ണുകൾ കണ്ടില്ലാത്തതും കാതുകൾ കേട്ടില്ലാത്തതും ഹൃദയവാസത്തില്ലാത്തതുമായ സർവ്വസൗഭാഗ്യത്തിന് അവകാശികളായി തീരുന്നവരെ ആപത്തുകളിലൂടെയും സങ്കടങ്ങളിൽ ആശ്വാസം, പരീക്ഷകളിൽ ബലം നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. കുടുംബത്തിന് പ്രകാശം, നാടിന് സേവനമായി തീരുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഈ തിരുക്കരങ്ങളിൽ പങ്കുള്ള എല്ലാവരെയും ദൈവം സമൃദ്ധമായി ഇപ്പോഴും എപ്പോഴും You and me, hearts collide in heaven, only hope, we make love our weapon, everybody say no, you gotta let your feelings go, the stars will always glow, everybody say you
won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold on. It's us forever, us forever. Gotta hold on, just us together, us together. Us forever, us forever. Us forever. You make me strong. With you I'm 10 feet taller, feet taller. One love. Heaven's round the corner, the corner. Everybody say no, no, no. You gotta let your feelings go. The stars will always glow. Everybody say you won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold on. It's us forever, us forever. Gotta hold on, just us together, us together. Why do we feel like everybody pulls us down? What goes around, we know it will come back around. Gotta hold on, just us together, us together. Us forever. We gotta hold on, just us together, us together. We have fallen down again tonight. In this world, it's hard to get it right. Trying to make your heart feel like a glove. What it needs is love, love, love. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Happy is the heart that still feels pain. Darkness drains and light will come again. Swing open up your chest and let it in. Just let the love, love, love begin. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody knows the
to Bethlehem and see. More than a story, it'll set you free. Are you tired of the running? Are you tired of the shame? Baby born in a manger's gonna break every chain. Angels fill up the heavens with the sound of his name. Gloria to the promised one, to the only Son. Gloria, now the peasant king changes everything. Oh. Angels we have heard on high. ഈശ്വരനിശ്ചയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എത്രയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏവരും അകത്തോട്ട് കടന്നിരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. I would like to welcome everyone gathered here for the baptismal ceremony of Joel and Jasmine and the Holy Communion of Jasmine and Janice. It's a blessing and honor to witness and share the joy of having them becoming a true Christian. Receiving Jesus in their life, I'm sure they will cherish the beautiful moments throughout their life and become the true soldiers of God. I would like to welcome kids and parents for candlelight. He gives me new strength. He guides me in the right paths, as He has promised. Even if I go through the deepest darkness, I will not be afraid. Lord, for You are with me. Your shepherd rod and staff protect me. You prepare a banquet for me, where all my enemies can see me. You welcome me as an honored guest and fill my cup to the brim. I know that Your goodness and love will be with me all my life, and Your house will be my home as long as I live. She's got a smile and it seems to me reminds me of childhood memories where everything was as fresh as the bluest sky. Now and then when I see her face, she takes me away to that
special place. And if I'd stayed too long, I'd probably break down and cry. Oh, sweet child of mine. Oh, sweet love of mine. Her hair reminds me of a warm, safe place where as a child I'd hide and pray for the thunder and the rain to quietly pass me by. She's got eyes of the bluest sky, as if they thought of rain. I hate to look into those eyes and see an ounce of pain. Oh, sweet child of mine. Oh, sweet love of mine. Oh, oh, where do we go? Where do we go now? Where do we go? Oh, where do we go now? Where do we go? Ooh, where do we go now? Where do we go? Ooh, where do we go now? Where do we go now? Ooh, where do we go now? Where do we go? Oh, where do we go now? Angels we have heard on high, sweetly singing o'er the plains and the mountains in reply, echoing their joyous strains. Gloria in excelsis Deo.
Chelsea's Day. Shepherds, why this jubilee? Why your joyous strains prolong? What the gladsome tidings be, which inspire your heavenly song? Gloria in excelsis Deo. Gloria in excelsis Deo. Come to Bethlehem and see him whose birth the angels sing. Come adore on bended knee, Christ the Lord, the newborn King. Gloria in excelsis Deo. Gloria in excelsis Deo. See him in a manger laid, Jesus, Lord of heaven and earth. Never been the type to be told what to do.